പെർഫ്യൂമിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഫ്രാൻസ് എന്നാണ് ലോകത്ത് അറിയപ്പെടുന്നത്. ഫ്രാൻസിലെ ഗ്രേസ് എന്ന് പറയുന്ന സ്ഥലമാണ് ലോകത്തിൻ്റെ പെർഫ്യൂം തലസ്ഥാനം, ഇന്ത്യയിൽ കണ്ണൂജ് എന്ന് പറയുന്നത് പോലെ. എന്നാൽ നമുക്ക് എത്ര പേർക്ക് അറിയാം, ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ഈ പല ബ്രാൻഡുകളും ഫ്രാൻസിൽ നിന്നാണ് വരുന്നതെങ്കിലും അവരൊന്നും തന്നെ പെർഫ്യൂം മാനുഫാക്ചറേഴ്സ് അല്ല. ഉദാഹരണത്തിന് ബൾഗറി, ഹ്യൂഗോ ബോസ്, ഡാവിഡോഫ്, YSL, അതുപോലെ ഹെർമിസ്, ക്രിസ്ത്യൻ ഡിയോർ, ഇസമിയാക്കി, അർമാനി, അതുപോലെ ഗുച്ചി, ഇതൊന്നും ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ബ്രാൻഡുകളൊന്നും തന്നെ പെർഫ്യൂം മാനുഫാക്ചറേഴ്സ് അല്ല. ഈ കമ്പനികളെല്ലാം തന്നെ ബ്രാൻഡിങ് കമ്പനികളാണ്, മാർക്കറ്റിംഗ് കമ്പനികളാണ്. ഇവർക്ക് വേണ്ടി പെർഫ്യൂം മാനുഫാക്ചർ ചെയ്യുന്നത് മറ്റു പല കമ്പനികളുമാണ്. ഉദാഹരണത്തിന് പല പ്രമുഖ ബ്രാൻഡുകൾക്കും പെർഫ്യൂം നിർമ്മിച്ച് നൽകുന്നത് P&G, പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ എന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ പെർഫ്യൂം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ലോകത്ത് വളരെ കുറച്ച് കമ്പനികളാണുള്ളത്. അതിൽ പലതും ഫ്രാൻസിന് പുറത്താണുള്ളത്. ഉദാഹരണത്തിന് ടാക്കസാഗോ ജപ്പാനാണ്, ഗിവദ്വാൻ സ്വിറ്റ്സർലൻഡാണ്, SH കേൽക്കർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ലോകത്തിലെ പെർഫ്യൂം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അതുപോലെ CPL അരോമാസ്, അതുപോലെ IFF, സിംറൈസ്, അതുപോലെ ഫെമിനിച്ച്, ഇങ്ങനത്തെ ചില കമ്പനികളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പെർഫ്യൂം മാനുഫാക്ചർ ചെയ്യുന്നത്.